ഇനി ഞങ്ങൾ ക്ലോത്ത് കൊണ്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നതെങ്ങനെ കാണിക്കാം. ഒരു ഫോൾഡ് ചെയ്യണം. ഇതിനെ ഇതുപോലെ ചെയ്തു ഒരു ഫോൾഡ് ചെയ്തു. പിന്നെ മറ്റൊരു ഫോൾഡും ഇതുപോലെ ചെയ്യണം. ഇതിനെ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് മടക്കണം, ഫോൾഡിങ് ചെയ്യണം. ഓക്കെ, മടക്കി 4 ഫോൾഡായി. ഇത് 4 ഫോൾഡായി ഞങ്ങൾക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കണം. ഞങ്ങൾക്ക് ഏത് സൈഡിൽ ഞങ്ങൾക്ക് വേണ്ടിയ ലെങ്ത്ത് ഉണ്ടെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ ലെങ്ത്ത് 15 വരണം. ഫിനിഷിംഗ് അല്ല, 15. ഇത് 15 ഉണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 15 ഇവിടെയുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ 16 ഉണ്ട്. ഇതിവിടെ 15 ഉണ്ട്. കറക്റ്റായിട്ട് 15 ഉണ്ട് എൻ്റെ ക്ലോത്തിൽ. അപ്പോൾ 15 ഇഞ്ച് ലെങ്ത്ത് വേണം. ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇത് 16 ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ 16ലേക്ക് ഇങ്ങനെ വെച്ചു. ഇതേ ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതിൽ 15 ഇഞ്ച് എടുക്കാം. ഞങ്ങൾ മാർക്ക് ചെയ്യാം. 15 ഇഞ്ചിലേക്ക് ഒരു മാർക്ക് ചെയ്യാം. ഇവിടെയും പിന്നെ ലാസ്റ്റിലേക്ക് ഒരു മാർക്ക് ചെയ്യാം. ഇതുപോലെ 15 ഇഞ്ചിലേക്ക് ഒരു മാർക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് ലൈൻ ഇടണം. സ്കെയിൽ കൊണ്ടിട്ട് സ്ട്രൈറ്റ് ഒരു ലൈൻ ഇട്ടു. ഇതിൻ്റെ ഓക്കെ ആയി. ഇനി ഞങ്ങൾ മുകളിൽ നിന്ന് ഷോൾഡർ വെക്കണം. 7.5 ഇഞ്ചിലേക്ക് ഷോൾഡർ വെച്ചു. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് 5.5 ഇഞ്ച് കക്ഷഭാഗത്തിലേക്ക് ആം ഹോൾ വെച്ചു. 5.5 ഇഞ്ച് ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യേ. ഇനി ഞങ്ങൾ ഇവിടെയും 7.5 ഇഞ്ച് മാർക്ക് കൊടുത്തു. സ്ട്രൈറ്റ് ഒരു ലൈൻസ് ഇട്ടു. ഷേപ്പ് കൊടുത്തു. ഇതുപോലെ ഷേപ്പ് കൊടുത്തു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് മുകളിൽ താഴോട്ടേക്ക് 1 ഇഞ്ച് ഇട്ടു, മാർക്ക് ചെയ്തു. ഇത് കട്ട്സ് കൊടുക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് 10.5 ഇഞ്ചാണ്. 10 ഇഞ്ച്, 10.5 അല്ല 10 ഇഞ്ചാണ്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് കൊടുത്തു. 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിലേക്ക് കൊടുത്തു. അതുപോലെ താഴെയും 10 ഇഞ്ച് കൊടുക്കണം. സ്ട്രൈറ്റർ ലൈന് നിങ്ങൾ സ്കെയിൽ കൊണ്ടിട്ടിടണം. സ്കെയിൽ കൊണ്ടിട്ട് ഈ ലൈൻസ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യാം. ഞങ്ങൾ ഇതുപോലെ മുകളിൽ നിന്ന് ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇവിടെ ഒരു കട്ട്സ് കൊടുത്തു, സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട്. താഴെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഈ മാർക്ക് ചെയ്തത് കട്ട് ചെയ്തു. അതേപോലെ ഇനി ഞങ്ങൾ ഷോൾഡർ ആം ഹോൾ കട്ട് ചെയ്യാം. സൈഡും ചെയ്തു, കട്ട് ചെയ്തു, ഫിനിഷിംഗ് ആയി. ഓക്കെ, ഇനി ഞങ്ങൾ ഇതിലേക്ക് ഈ മാർക്ക് ചെയ്തതിനേക്ക് കട്ട് കൊടുക്കാം. ഇത് ഞങ്ങൾ മടക്കി തിന്നുന്നതിനാണ്. ഇപ്പോൾ ഇവിടെ കട്ട് കൊടുത്തു ഒരു മാർക്ക്. 1.5 ഇഞ്ചല്ലേ ഞങ്ങൾ കൂടിയത്. അപ്പോൾ ഈ താഴ്ഭാഗത്തിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് കൊടുക്കണം. 1/2 ഇഞ്ച് മാർക്ക് ഇവിടെയും കട്ട്സ് കൊടുക്കണം. 1/2 ഇഞ്ച് കൊടുത്തു. ഇവിടെ ഒരു കട്ട്സ് കൊടുത്തു. നിങ്ങൾ വേണമെങ്കിൽ 1 ഇഞ്ചും കൊടുക്കാം. എക്സ്ട്രാ വേണമെങ്കിൽ 1 ഇഞ്ചും കൊടുക്കാം. ഞങ്ങൾക്ക് ഈ ഫോൾഡിങ് കുറച്ച്
എക്സ്ട്രാ വേണമെങ്കിൽ ഹാഫ് ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ച് കൊടുക്കാം. 1/4 ഇഞ്ച് വേണമെങ്കിൽ 2 ഫോൾഡ് 1/4 ഇഞ്ച് വേണമെങ്കിൽ 1/4 ഇഞ്ചിലും കൊടുക്കാം. ഹാഫ് ഇഞ്ച് കൊടുത്താൽ മതി. ഓക്കെ, എക്സ്ട്രാ കുറച്ച് ഈ ഭാഗം എക്സ്ട്രാ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാഫ് ഇഞ്ചിൽ കാണാൻ വേണ്ടിയെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് കൊടുത്തു. ഈ ഭാഗത്തിൽ എക്സ്ട്രാ 1.5 ഇഞ്ചല്ല 2 ഇഞ്ച് കൊടുത്താൽ മതി. ഓക്കെ, ഞങ്ങൾക്ക് ഇപ്പോൾ അത് ഫിനിഷിങ് കാണുന്നത് ഞങ്ങൾ ഹാഫ് ഇഞ്ച് കൊടുത്താലും കാണും, 1 ഇഞ്ച് കൊടുത്താലും കാണും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇപ്പോൾ കട്ടിങ് ചെയ്തു. നാളെ ഇനി ഞങ്ങൾ ഒന്ന് മറന്നു. ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ എക്സ്ട്രാ 20 ഇഞ്ചിൻ്റെ ഒരു ത്രെഡ് കട്ട് ചെയ്യാനുണ്ടല്ലേ, അതേപോലെ. അപ്പോൾ അത് ചെയ്യാം. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ഒരു മാർക്ക് കൊടുത്തു ഇതിനെ മടക്കാം. വൺ ഇഞ്ചിൻ്റെ മാർക്ക് കൊടുക്കാം. ഞാൻ വീഡിയോ ലെങ്ത്ത് പോവും. 1 ഇഞ്ച് മാർക്ക് കൊടുത്തു, ലൈൻസ് ഇട്ടു. പിന്നെ ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തു. ഈ ഭാഗം പിടിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇനി ഇതിനെ കട്ട് ചെയ്യാം.